ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ളോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 17th ക്വസ്റ്റ്യൻസ് വരെ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി 18th ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നോക്കിയേ, ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സീക്ക് എക്സിനെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കിക്കുക എന്ത് വരും? സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് വരും അല്ലേ, പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഓക്കെ, നമ്മളിനിയും പഠിച്ചിട്ടുണ്ട് സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മളത് പഠിക്കുന്നതാണ്. എന്ത് വരും? ടാൻ എക്സ്. സീക്ക് സ്ക്വയർ ഇൻ്റഗ്രൽ എന്ത് വരും? ടാൻ എക്സ്. ഓക്കെ, സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സീക്ക് എക്സ് വരും. ഓക്കെ, പ്ലസ് സീക്ക് എക്സ് പ്ലസ് സി. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കിക്കേ, നിങ്ങളിത് പഠിച്ചോണം കേട്ടോ. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? ടാൻ എക്സ്. അതേപോലെ ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? സീക്ക് എക്സ് വരും. അതേപോലെ കൊസീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? കോട്ടെക്സ്. കൊസീക്ക് എക്സ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? കൊസീക്ക് എക്സ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആരുടെ റെസിപ്രോക്കലാ? കോസിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ 1 കോസ് സ്ക്വയർ എക്സ് എന്ന് എനിക്ക് എഴുതാമല്ലോ. സീക്ക് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ്. അതുകൊണ്ട് സീക്ക് സ്ക്വയർ എക്സിനെ എനിക്ക് 1 കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ കോസീക്ക് സ്ക്വയർ ആരുടെ റെസിപ്രോക്കലാ? സൈനിൻ്റെ. അതുകൊണ്ട് 1 സൈൻ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്കിതിന് ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ. അതായത് 1 കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ 1 അല്ലേ. നമ്മൾ ഫ്രാക്ഷൻ എന്ത് വരും? റെസിപ്രോക്കൽ തിരിച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്ക് എന്ത് വരും? അപ്പോൾ എന്ത് വരും നോക്കി? ഇൻ്റഗ്രൽ ഓഫ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ് ഈ സൈൻ സ്ക്വയർ? സൈൻ ബൈ കോസ് എന്താണ്? ടാൻ ആണ് അല്ലേ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ടാൻ സ്ക്വയർ എക്സ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയും അല്ലേ. നമ്മൾ ടാൻ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. ടാൻ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ടാൻ സ്ക്വയറിനെ സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് സീക്ക് സ്ക്വയർ എക്സിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുമല്ലോ. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. ഈ ഐഡൻറ്റിറ്റി ഓർമ്മയുണ്ടോ? അപ്പം നമുക്കിതിനെ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സി സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ്. അതായത് നമുക്കിനി സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 1 ഡി എക്സ്. ഓക്കെ, ഇനി സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോക്ക്, എന്താണ് സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ? എന്താണ് സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ? എന്ത് വരും? ടാൻ എക്സ് മൈനസ് ആണല്ലോ 1 ഡി എക്സ്. എന്താണ് 1ൻ്റെ ഇൻ്റഗ്രൽ? എക്സ്. അപ്പോൾ എന്ത് വരും? ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 2 - 3 സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യണ്ടേ? അപ്പം 2 കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എഴുതാമല്ലോ. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 3 സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ എഴുതി. ഓക്കെ, ഇനി നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് എന്താ 2 ഇവിടെ ഒരു കോൺസ്റ്റന്റ് അല്ലേ. 2 നമുക്ക് പുറത്തെടുക്കാം.
എന്താണ് 1? ബാക്കിയുള്ള ആരാ? 1/cos²x. ആരാ 1/cos²x? sec²x. 1/cos എന്ന് പറയുന്നത് sec(x) ആണ്. 1/cos²x എന്ന് പറയുന്നത് എന്ത് വരും? sec²x dx മൈനസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താലോ? 3 കോൺസ്റ്റന്റ് വെളിയിലെടുത്തു. നോക്ക്, sin x, 2 cos x താഴെ ഇല്ലേ? cos²x അല്ലേ? അപ്പൊ 2 cos x താഴെ ഇല്ലേ? അപ്പൊ നമുക്ക് 2 cos x നെ സെപ്പറേറ്റ് എഴുതാം. sin x/cos x ഇൻറ്റു 1/cos x. നോക്കിക്കേ, എന്താണ് sin x/cos x? tan x വരും അല്ലേ? എന്താണ് 1/cos x? sec x. അതായത് നമുക്ക് ഇതിനെ മൊത്തത്തിൽ എങ്ങനെ എഴുതാം? sec x tan x dx. അതായത് സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ എന്ന് കിട്ടും, ഇൻറ്റു 1/cos എന്ന് പറയുന്നത് സീക്ക് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? sec x tan x എന്ന് എഴുതാം. tan x sec x എന്ന് പറയുന്നത് sec x tan x, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ അകത്ത് കിടക്കുന്ന ആൾക്കാരുടെ ഇന്റഗ്രൽ നമുക്കറിയത്തില്ലേ? sec²x-ന്റെ ഇന്റഗ്രൽ എന്താണ്? tan x. ഇനി sec x tan x-ന്റെ ഇന്റഗ്രൽ എന്താണ്? sec x അല്ലേ? നോക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? ഈസ് ഈക്വൽ ടു 2 tan x അല്ലേ? sec²x അല്ലേ? 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sec²x അല്ലേ? അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു tan x മൈനസ് 3 ഇൻറ്റു sec x tan x ഇന്റഗ്രൽ എന്താ? sec x. അപ്പൊ 3 ഇൻറ്റു sec x പ്ലസ് കോൺസ്റ്റന്റ്. കഴിഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ബൈ.